നമ്മളിപ്പോൾ ഇതാ നമ്മളെ വീട്ടിൻ്റെ അടുത്തോട്ട് റോഡിലേക്ക് പോകും. നമ്മൾ കണ്ണൂരേക്ക് പോകും. എന്തായാലും ഓണല്ലല്ലേ, അപ്പോൾ ഒന്ന് കണ്ണൂരിലൊന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വെച്ചു. മാത്രമല്ല വാവേൻ്റെ ആദ്യത്തെ ഒരു യാത്രയാണ്. ആദ്യത്തെ നമ്മൾ വാക്സിൻ എടുക്കാനെല്ലാം പോക്കുണ്ട്, അല്ലാണ്ട് നമ്മളിങ്ങനെ ഒന്ന് കറങ്ങാനായിട്ട് ആദ്യം പോയി. അപ്പോൾ ഏട്ടനും വാവയുണ്ട്, ഇതാ ഉറങ്ങിപ്പോയി. രാവിലെ നമ്മൾ ഫുൾ വീടെല്ലാം വൃത്തിയാക്കുന്ന തിരക്കിലായിപ്പോയി. ഇപ്പോൾ ഇതാ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഇറങ്ങുന്നത്. നമുക്ക് അമ്മേനെ കിട്ടിയിട്ടുണ്ട്. അമ്മ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ റോഡിന് വന്ന് നിന്നു. നമ്മൾ കുറച്ച് ലേറ്റായിട്ട് ഇറങ്ങി. നമുക്ക് കണ്ണൂർ കുറച്ച് കറങ്ങണം തന്നെ ഉണ്ടായിരുന്നു. മോളിങ് കൊണ്ട് പറ്റുമോയെന്നറിയില്ല. എന്തായാലും പോയി നോക്കാം. ഫെയർ മറ്റേ സ്നോ ഫെയർ ആണെന്ന് പറയുന്നുണ്ടേനു. കയറാൻ പറ്റുമോയെന്ന് അറിയില്ല. ഇപ്പം നമ്മൾ ബസ്സിന് വേണ്ടി വെയിറ്റിംഗ്. നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂരിലെ മലബാർ മേളയിലെ ഇടയം കൊട്ടുക്കത്തെ തിരക്ക് നല്ല കംപ്ലീറ്റ് ആൾക്കാരായിട്ട് നിറഞ്ഞ് ഇവിടെയുണ്ട്. ഞാൻ വെച്ച് അമ്മേനെല്ലാം കാണാൻ പോയി. നല്ല തിരക്കാണ് കേട്ടോ. അത് പോയിട്ടില്ലേ? ഏത് കളക്ഷൻ കമ്മൽ സെറ്റ് ഇത് നോക്കി നിൽക്കുന്ന ഒരാളുണ്ട്. ഇതേ മേലോട്ട് നോക്കിക്കുന്നു. രാജസ്ഥാൻ ജ്വല്ലറി വർക്ക് ജുംക്കാന്നെല്ലാം മറിഞ്ഞല്ലുണ്ട് ഇവർ. നമ്മൾ പുറത്തെത്തി, മലബാർ മേളേൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തെത്തി. ഇപ്പം എന്താ അമ്മ അതാ ചെടി നോക്കിക്കൊണ്ടിരിക്കും. അമ്മ ചെടി വാങ്ങണം എന്ന് പറയുന്നു. ലാസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കേട്ടോ. ഏതാ പോവാണ്ടാവുക. കണ്ണൂരിൻ്റെ പിന്നെ ഓണത്തിൻ്റെ തലേന്നത്തെ ദിവസത്തിൻ്റെ ഇതാത് കേട്ടാ. കംപ്ലീറ്റ് ജനങ്ങൾ, എത്ര ജനങ്ങൾ. ഉത്രാടപ്പാച്ചിലാണ്. ഉത്രാടപ്പാച്ചിൽ എന്ന് പറഞ്ഞാൽ ഇത് 1.5 പാച്ചിലാണ്. നമ്മളിപ്പോൾ പഴയ സ്റ്റാൻഡിൻ്റെ പരിസരത്താണ് ഉള്ളത്. കറക്റ്റ് പറഞ്ഞാൽ ഇപ്പോൾ 7:10 സമയം.
എന്നിട്ടും ആൾക്കാർ കോരി തറ ഇതിലിപ്പോൾ എന്തെങ്കിലും 12 മണി എന്തായാലും ഉണ്ടാവും. നമ്മളിപ്പോൾ എന്തായാലും തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് എന്ന് വെച്ചാൽ ഭാവിയുണ്ട് ഒപ്പരം, അതുകൊണ്ട് ഭയങ്കര റിസ്ക്കാണ്. അതുകൊണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വേണ്ടി പോകാൻ പോകുന്നു. ഉത്രാടപ്പാച്ചിൽ ആൾക്കാരെല്ലാം സഞ്ചി നിറച്ചും പൂ വാങ്ങിയിട്ട് പോകുന്നത്. കംപ്ലീറ്റ് പൂ വെക്കുന്ന സ്ഥലമാണ് ഇത്. ഇത്രയും ആൾക്കാർ തിരക്കാണ്.